തലശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി അഹാനെ നിയമസഭാ സ്പീക്കർ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ താമസം, മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും സ്പീക്കറുടെയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് നിയമസഭ സന്ദർശിച്ച് അന്നത്തെ നിയമസഭാ നടപടിക്രമങ്ങൾ കാണുവാനുള്ള അവസരം. പരീക്ഷാ പേപ്പറിൽ അഹാൻ എഴുതിയ ഒരു വാക്കാണ് സ്പീക്കറെ ആകർഷിച്ചത്: ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. സൈബർ ബുള്ളിയിങ്ങിൻ്റെയും സോഷ്യൽ മീഡിയ ട്രോളിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈയിടെയായി നെറ്റ്ഫ്ലിക്സിൽ വൈറലായ ഒരു സീരീസ് ഉണ്ട്, അഡോളസൻസ് എന്നാണ് അതിൻ്റെ പേര്. ടീനേജിലുള്ള മക്കൾ ഉപയോഗിക്കുന്ന ഐക്കൺ കാരണം അവർ ഏൽക്കുന്ന പരിഹാസവും ആ പരിഹാസത്തിൻ്റെ പേരിൽ 13 വയസ്സുകാരൻ തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നതുമാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. ഇത്തരം പരിഹാസ വിളികളും ഇരട്ടപ്പേരുകളുമൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കാലിബറുള്ള വിൽ പവറുള്ള ഒരു കുട്ടിക്ക് ഇത്തരം കാര്യത്തെ ഈസിയായി കാണുവാൻ സാധിക്കും. എന്നാൽ പലരും ഇതുണ്ടാക്കുന്ന ആഘാതത്താൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയും ചിലരെങ്കിലും ആത്മഹത്യയിലേക്ക് വരെ എത്തുകയും ചെയ്യുന്ന പ്രവണത നാം പലപ്പോഴും കണ്ടുവരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 11ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ അൻ ഖൗമിൻ. വിശ്വാസികളെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. എന്നിട്ട് ഖുർആൻ അതിന് പറയുന്ന ഒരു കാരണമുണ്ട്: ഒരു പക്ഷേ അവർ നിങ്ങളെക്കാൾ നല്ലവരായിരിക്കാം. ഐ ആം ഓക്കെ, ഐ ആം ഗുഡ്, ഐ ആം ബെറ്റർ ദാൻ ഹിം എന്ന് പറയുന്ന ഒരു അധീശത്വ മനോഭാവമാണ് മറ്റുള്ളവരെ പരിഹസിക്കുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇസ്ലാം അതിനെ അതീവ ഗൗരവമുള്ള തെറ്റായി കാണുന്നു. ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത് വിശ്വാസികളെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. പോസിറ്റീവായി സംസാരിക്കുവാനും അല്ലെങ്കിൽ മൗനം പാലിക്കുവാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന.